ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയം 3-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ. സന്ധിവിച്ഛേദം നോക്കാം. പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തത് രൂപം പരമരസചിദ്രൂപം ഉദിയാത് ഉദഞ്ചദ്രോമാഞ്ചഃ ഗളിതബഹുഹർഷാശ്രുനിവഹഃ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ. പദച്ഛേദം. പ്രഭൂത ആദി വ്യാധി പ്രസഭ ചലിതേ മാമക ഹൃദി പരമ രസ ചിത്ത രൂപം ഗളിത ബഹു ഹർഷ അശ്രു നിവഹഃ ഉദഞ്ചത രോമാഞ്ചഃ ദുരുപശമ പീഡാ പരിഭവാൻ. അർത്ഥം നോക്കാം. പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി. വളരെ വർദ്ധിച്ചതായിരിക്കുന്ന ആദി മനസ്സിന്റെ ദുഃഖവും വ്യാധി ശരീരത്തിന്റെ രോഗവും. ആദിയാണ് വ്യാധിയായിട്ട് മാറുന്നതെന്ന് പറയും. ഇത് രണ്ടും പ്രസഭചലിതേ മാമകഹൃദി, വലുതായിട്ട് ഇളക്കി മറിക്കുന്ന എൻ്റെ മനസ്സില് പരമരസചിദ്രൂപം ത്വദീയം തദരൂപം ഉദിയാത്. പരമരസചിദ്രൂപം സാന്ദ്രാനന്ദാവബോധമായ അങ്ങയുടെ ആ ദിവ്യവിഗ്രഹം തെളിഞ്ഞു പ്രകാശിക്കണമേ. അങ്ങനെ ഉണ്ടായാൽ എന്തുണ്ടാവും ഭട്ടേരി? ഉദഞ്ചദ്രോമാഞ്ചഃ, എൻ്റെ ശരീരത്തില് രോമാഞ്ചം ഉണ്ടാകും ഭഗവാനെ. അങ്ങ് സാന്ദ്രാനന്ദ സ്വരൂപനായിട്ട് എൻ്റെ ഉള്ളില് പ്രകാശിച്ച് എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ആനന്ദം നിറഞ്ഞു വരും. അത് ശരീരത്തിലെ രോമാഞ്ചമായി പരിണമിക്കും. അപ്പോഴോ ഗളിത ബഹുഹർഷാശ്രു നിവഹഃ, ധാരാളം കണ്ണുനീര്, ആനന്ദ കണ്ണുനീര് ധാരധാരയായിട്ട് എന്നിൽ നിന്ന് പ്രവഹിക്കും, ഒഴുക്കിക്കൊണ്ട് ദുരുപശമ പീഡാ പരിഭവാൻ, എൻ്റെ അടക്കാനാവാത്ത രോഗപീഡകളെ യഥാവിസ്മര്യാസം, എപ്രകാരമായാൽ ഞാൻ മറന്നുപോകും, അപ്രകാരമാകേണമേ. ഭഗവാനുള്ള ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഭക്തി കൊണ്ട് ഭഗവാന്റെ ദിവ്യമായ രൂപം നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിച്ചാൽ താപത്രയങ്ങൾ അകന്നു പോകും. സൂര്യൻ ഉദിച്ചാല് ഇരുട്ട് അപ്രത്യക്ഷമാകുന്നത് പോലെ ആ ജ്ഞാനസൂര്യൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചാൽ അജ്ഞാനം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും. എന്താണ് അജ്ഞാനം? ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം. മനസ്സിനെ ശരീരഭാവനയിൽ നിന്ന് മാറ്റിപ്പിടിച്ചാല് ശരീരത്തിന്റെ പീഡകളായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷെ അത് എന്നെ, ആനന്ദ സ്വരൂപനായ എന്നെ ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയുവാനും സാധിക്കും. അങ്ങനെ ഭഗവത് രൂപം മനസ്സിൽ തെളിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ രോഗപീഡകളും മറന്നുപോകും. അപ്പോ ആ സ്മരണ, ഭഗവാനിലുള്ള സ്മരണയാണ് അതാ ഇവിടെ ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം എന്ന ആ സ്മരണ എന്ന ആ ഒരു ഭക്തിയുടെ പടിയാണ് ഇവിടെ കാണിക്കുന്ന. ഭഗവാനെ സ്മരിക്കല്.
അപ്പോൾ ആ രോമാഞ്ചം ഉണ്ടാകുന്നത് ആ ഭഗവാനെ ഹൃദയത്തിൽ സ്മരിച്ച് തെളിയുമ്പോഴാണ്. അങ്ങനെ ഭഗവാന്റെ ആ രൂപരസായനം എനിക്ക് സേവിക്കാൻ സാധിക്കണം. ആ രോമാഞ്ചം എന്നിലുണ്ടായി. ഗളിത ഹർഷാശ്രു നിവഹൻ, ഹർഷാശ്രുക്കൾ പൊഴിഞ്ഞ് ധാരധാരയായി കണ്ണുനീര് പ്രവഹിക്കുമ്പോൾ മറ്റെന്ത് എനിക്ക് ഔഷധമായിട്ട് വേണം? ഇതെന്നിലൊരു ഔഷധമായിട്ട് പ്രവർത്തിക്കുമല്ലോ. എൻ്റെ രോഗത്തിന് ചികിത്സയായിട്ട് ഈ കണ്ണുനീര് പ്രവഹിച്ച് ഔഷധമായിട്ട് എൻ്റെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളയുമല്ലോ. അപ്പോൾ എപ്രകാരമായാൽ ഞാൻ എൻ്റെ വ്യാധിയും ആധിയും മറന്നുപോകും, അപ്രകാരം ഒരു ഭക്തി തന്ന്, ഒരു കടാക്ഷം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനയും അത് തന്നെയാണ്. ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. നമസ്തേ.